നമസ്കാരം. കേരള മനസാക്ഷിയെ നടുക്കിയ വിസ്മയ കേസ് സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. കൊല്ലം ജില്ലയിലെ പോരുവഴിയിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ 2021 ജൂൺ 21 ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹ സമയത്ത് നൽകിയ കാറിലും സ്വർണത്തിലും തൃപ്തനല്ലാതിരുന്ന ഭർത്താവ് കിരൺകുമാർ വിസ്മയയെ ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നതോടെയാണ് കേസ് ഗൗരവകരമായത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് താൻ നേരിടുന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ ചിത്രങ്ങളും സന്ദേശങ്ങളും വിസ്മയ ബന്ധുക്കൾക്ക് അയച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകൾ കേസിൽ കിരൺകുമാറിനെതിരെ വലിയ ചാലക ശക്തിയായി മാറി. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന കിരൺകുമാറിനെ കുറ്റകൃത്യം തെളിഞ്ഞതിനെ തുടർന്ന് സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും കോടതി 10 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് കോടതി ശരിവച്ചത്. 10 വർഷം തടവും 12,50,5000 രൂപ പിഴയുമായിരുന്നു കിരണിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കിരൺ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിക്കുവാൻ കാലതാമസം വന്നതോടെ കിരൺ സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതി ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ച് കിരൺകുമാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമെടുക്കും വരെയായിരുന്നു ശിക്ഷാവിധി സുപ്രീം കോടതി മരവിപ്പിച്ചത്. കേവലം ഒരു കൊലപാതകത്തിനപ്പുറം സ്ത്രീധന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നിയമപരിഷ്കാരങ്ങൾക്കും വഴി തുറന്നു. മക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ തിരിച്ചറിയാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും വിദ്യാഭ്യാസവും തൊഴിലുമുള്ള സ്ത്രീകൾ പോലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്ക് ഇരയാകുന്നു എന്നതും ഈ കേസ് സമൂഹത്തിന് നൽകിയ വലിയൊരു മുന്നറിയിപ്പായിരുന്നു. വിസ്മയ കേസ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണമെന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതിന് കാരണമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിനെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രദേശവാസികളായ യുവാക്കൾക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് അതിന് കാരണം. കൊല്ലം ശാസ്താംനടയിലെ കിരണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു മർദ്ദനമേറ്റത്. 4 യുവാക്കളാണ് കിരണിനെ വീട്ടിലെത്തി മർദ്ദിച്ചത്. കിരണിന്റെ വീടിന് സമീപത്തെ റോഡിലൂടെ പോകുകയായിരുന്ന യുവാക്കൾ വിസ്മയ കേസിന്റെ കാര്യം പറഞ്ഞ് പ്രകോപനകരമായി സംസാരിക്കുകയും വീടിന് മുന്നിലുള്ള വീപ്പകളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. യുവാക്കൾ വെല്ലുവിളിച്ചതോടെ കിരൺ വീടിന് പുറത്തേക്ക് വന്നു. ഇതോടെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെ കിരണിന്റെ മൊബൈൽ ഫോൺ അക്രമി സംഘം കവർന്നു. തുടർന്ന് കിരണിന്റെ കുടുംബം ശൂരനാട് പോലീസിൽ പരാതി നൽകി. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിസ്മയ കേസുമായി സംഭവത്തിന് ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കിരൺകുമാർ മോശമായി സംസാരിച്ചതോടെയാണ് അക്രമം നടന്നതെന്നാണ് യുവാക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ വിസ്മയ കേസുമായി സംഭവത്തിന് ബന്ധമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.